ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കാം. ചില സമയങ്ങളിൽ ദൈവം നമ്മോട് ചിലതെല്ലാം ചെയ്യുവാൻ നമ്മളോട് ദൈവം കൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മളത് കണ്ണടച്ച് ദൈവത്തെ വിശ്വസിച്ച് അതനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ട് വരും. സാഹചര്യം ഇപ്പം നോക്കിയാൽ അത്ര മെച്ചമായിരിക്കില്ല, പ്രതികൂല സാഹചര്യം ആയിരിക്കാം. പക്ഷെ ദൈവം നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ബോധ്യപ്പെടും ദൈവം എന്നോട് പറഞ്ഞത് എൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നല്ലോ എന്ന്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നോക്കുവാണെങ്കിൽ ഉൽപ്പത്തി 26 ഇസഹാക്ക് എന്ന വ്യക്തി നമുക്ക് കാണാം. ഇസഹാക്കിനോട് ഇസഹാക്കൊക്കെ ആയിരുന്ന ദേശത്ത് ഭയങ്കര ഒരു ക്ഷാമം ഉണ്ടാവുകയാണ്. ക്ഷാമം ഉണ്ടായ സമയത്ത് ആ കാലത്ത് പ്രബലപ്പെട്ട രാജ്യമായിരുന്നു. ഇസ്രായേലിലേക്ക് പോകരുതെന്നും ഫിലിസ്തീൻ്റെ അടുത്ത് തന്നെ താമസിക്കണം, ഫിലിസ്തീൻ ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഈ ഇസഹാക്ക് ഭാര്യയുമായിട്ട് ഫിലിസ്തീൻ ദേശത്തേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ ദൈവം അരുളി ചെയ്യുന്നുണ്ട്, അവിടെ നീ മറ്റൊരു ദേശത്തേക്ക് കടന്നു പോകരുത്, ഇവിടെ തന്നെ നീ ആയിരിക്കണം. ഈ 26 അധ്യായത്തിലാണ് നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം, ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോട് കൂടിയിരുന്നു നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇസഹാക്കിനോട് ദൈവം അരുളി ചെയ്യുന്നുണ്ട്. നീ എവിടെയും പോകരുത്, ഈ ദേശത്ത് തന്നെ പാർക്ക്, ഞാൻ നിനക്ക് നന്മ തരും. അങ്ങനെ ആ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഇസഹാക്ക് ആ ഫിലിസ്തീൻ ദേശത്ത് തന്നെ പാർക്കുകയാണ്. ഇസഹാക്കും ഭാര്യയും അവിടെ പാർത്തു. നമുക്ക് വചനത്തെ കാണാം. 12 ഈ ഉൽപ്പത്തി 26:12 നമ്മൾ വായിച്ചു നോക്കുവാണെങ്കിൽ, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് ആ ദേശത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ 100 മേനി വിളവ് ദൈവം കൊടുത്തു. ദൈവം വളരെയധികം ഇസഹാക്കിനെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാം. ആ ദേശത്തുണ്ടായിരുന്ന ഫിലിസ്തീർക്ക് അവരോട് അസൂയ തോന്നും അത്രയൊരു അനുഗ്രഹം ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തു. ദൈവം പറഞ്ഞതൊന്ന് അനുസരിക്കാൻ തയ്യാറായാൽ നന്മകൾ ദൈവം തരും. ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് നന്മയില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നന്മ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ദൈവം പറയുക, നിങ്ങൾ ഈ ആയിരിക്കുന്ന ദേശത്തായിരിക്കുക, അല്ലെങ്കിൽ ഈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആയിരിക്കുക, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയാം മറ്റൊരു സ്ഥലത്തേക്ക് പോകുക, അവിടെ നിൽക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇതിനേക്കാളും നന്മ കുറഞ്ഞൊരു സ്ഥലം, എന്തിനാണ് ദൈവമേ അങ്ങോട്ട് പോകുന്നത്? പക്ഷേ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളോട് പറയുകയാണ്, ഇന്ന സ്ഥലത്ത് നിൽക്കുക, ഇന്നടത്തോട്ട് പോവുക. അപ്പോൾ ദൈവം പറയുന്നതിനപ്പുറത്ത് നമ്മൾ മാനുഷികമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതോ, ഞാനിവിടെ നിന്നാൽ എനിക്ക് നന്മ ഉണ്ടാകുമെന്ന് ഇസഹാക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇസഹാക്ക് ചിലപ്പോൾ അവിടെ വിട്ടുപോയേനെ. എന്നാൽ ഇസഹാക്ക് ദൈവത്തെ അനുസരിച്ചു. ദൈവമാണ് നന്മ കൊടുക്കുന്നത്, പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. ദൈവം ഒരു പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളോട് അവിടെ നിൽക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പോകാൻ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ അതുപോലെ അനുസരിക്കുക, അത് നമുക്ക് നന്മയ്ക്കായിട്ട് ഭവിക്കും. ഒരിക്കലും അത് ദോഷത്തിനായിട്ടല്ല ദൈവം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇസഹാക്കിൻ്റെ ജീവിതത്തിലും ദൈവം അങ്ങനെ അരുളി ചെയ്തിട്ട് അത് ആയാണ്ടിൽ 100 മേനി, ഒരു 1% പോലും കുറവ് വരാതെ 100% നന്മ അവിടെ കൊടുത്തത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളോട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറയുമ്പോൾ അനുസരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യം നോക്കണ്ട, പിന്നീട് നമുക്ക് ബോധ്യമാവും ഇസഹാക്കിന് 100 മേനി കൊടുത്തതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ തരാൻ വേണ്ടിയാണല്ലോ ദൈവം എന്നോട് അത് ചെയ്യാൻ പറഞ്ഞത്. അന്ന് ഞാൻ അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ അത് ദൈവം നന്മയ്ക്കായിട്ട് ഒരുക്കും. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ നാം തയ്യാറുള്ളവരാകുക. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.